ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ ബിസിനസ് വലുതാവണം, ഒരുപാട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കണം, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ ചില ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കൂടെ, ആ പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ്. ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ബിസിനസ്സിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം. അത് നമ്മൾ ഫേസ് ചെയ്യേണ്ട സമയത്ത് അത് പാനിക് ആവാതെ നമ്മൾ അത് ഫേസ് ചെയ്യണം. ഒരു ചലഞ്ച് നമ്മുടെ ബിസിനസ്സിൽ കാണുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന ഇതോടുകൂടി ഈ ബിസിനസ് നിന്നു പോകും, അല്ലെങ്കിൽ ഇത് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അതേസമയം നമ്മൾ കാമായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു ചലഞ്ച് എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നത്തില്ല. നമ്മുടെ സ്കില്ലിനെ കുറിച്ചും നമ്മുടെ എബിലിറ്റീസിനെ കുറിച്ചും ഉള്ള ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ഈ ബിസിനസ് ലോങ് ടേം ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ സെൽഫ് കോൺഫിഡൻസ് കുറയുന്നത് ഒന്ന്, നമ്മൾ ക്രിറ്റിസിസത്തെ പേടിക്കുന്നത് കൊണ്ടായിരിക്കും. ബേസിക്കലി ഏതൊരു ഓൺട്രപ്രണറും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒന്നും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവത്തില്ല. കാരണം ബിസിനസ് എപ്പോഴും റിസ്ക് ഫാക്ടർ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൽ നിന്ന് ഓടി ഒളിക്കാനേ നോക്കത്തുള്ളൂ. അപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളായാലും ഫ്രണ്ട്സ് ആയാലും നമ്മളെ ചിലപ്പോൾ പുറകോട്ട് വലിക്കുന്ന ആൾക്കാരായിരിക്കും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നമുക്ക് ആ ഒരു സപ്പോർട്ട് തരത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് വല്ലാത്ത ഭയം ഉണ്ടാവും. അത് കടന്നിട്ടായിരിക്കും നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഭയം വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ആക്ഷൻസും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്ന് പറയുന്ന ഉടനെ തന്നെ പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത്, ദൈവമേ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ആ ഒരു തോട്ട് വരുന്നത് തന്നെ നമ്മുടെ ഈ കോൺഫിഡൻസ് കുറവും, ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരുടെ ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടുമാണ്. ശരിയാണ്, ബിസിനസ്സിൽ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ തന്നെ പ്രീവിയസ്ലി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമുക്ക് അതുകൊണ്ട് തളർന്നു പോകാതെ നമ്മൾ നോക്കേണ്ടത്, അവർ പറയുന്ന കാര്യം ശരിയാണ്, ബിസിനസ്സിൽ പൈസ ഇൻവോൾവ് ആണ്, അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് നമുക്ക് വേണ്ടത് എക്സ്പേർട്ട് ഹെൽപ്പാണ്. ചിലപ്പോൾ നമുക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ നമുക്ക് വേണ്ടി വരും. അവരുടെ അടുക്കൽ നമുക്ക് ചോദിക്കാം, എത്ര രൂപയാണ് നമുക്കൊരു മാസം വേണ്ടി വരിക റണ്ണിങ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചലഞ്ച് വന്നാൽ എനിക്ക് എവിടെ നിന്ന് എനിക്ക് പൈസ കണ്ടെത്താൻ സാധിക്കും, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് മണി, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് പറഞ്ഞു തരാനും, ഇത് നമ്മൾ നേരത്തെ തന്നെ നമ്മളിത് മനസ്സിലാക്കി വെക്കുകയും, അപ്പോൾ ഫിനാൻഷ്യൽ ചലഞ്ച് എന്തെങ്കിലും വരുന്ന സമയത്ത് ഇവർ പറഞ്ഞ ഈ ഐഡിയാസ് നമുക്ക് ഓർമ്മയുള്ളത് കാരണം ആ സ്ട്രാറ്റജീസ് നമുക്ക് ഫോളോ ചെയ്യാനും പറ്റും. അങ്ങനെ നമ്മളുടെ ബിസിനസ് നമ്മൾ എക്സ്പേർട്ട് ഹെൽപ്പോട് കൂടിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും മടിയാണ് അത് കൂടുതൽ പഠിക്കാനും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആകാനും ഒക്കെ മടിയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നു, ഇനി ഇതിന് ഞാൻ മെനക്കെടണോ? ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം. കാരണം ഓക്കെ, ബിസിനസ് തുടങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മളതിന് മടി പിടിക്കാൻ പാടില്ല. ഓൾവേസ് ലേണിംഗ് ഷുഡ് ബി അവർ ഫ്രണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു മോചനം ഇല്ല. കാരണം ലേണിംഗ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും നമ്മുടെ ബിസിനസ്സിനെ തകർക്കാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മുടെ ഇഗ്നറൻസ് ആണ് പലപ്പോഴും ബിസിനസ്സിൽ ചലഞ്ചായി വരുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയർ ആയിട്ട് മാറുന്നതും. ആ സമയത്ത് ഓക്കെ നമ്മൾ ഫെയിൽഡ് ആയി, പക്ഷേ അവിടെ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കാൻ നമ്മളെ കേപ്പബിൾ ആക്കുന്നതും, എനിക്കത് പഠിക്കാനുള്ള മനസ്സുണ്ട്, പാസ്റ്റ് എക്സ്പീരിയൻസസിൽ ആ ചലഞ്ചിൽ നിന്ന് എനിക്ക് ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പെട്ടെന്ന് തളരത്തില്ല. നമ്മളൊരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം. അതിന് നമ്മൾ മടി വിചാരിക്കരുത്. കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് നമ്മുടെ ലേണിംഗ് എത്രയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ അറിവ് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ്. എവിടെയെല്ലാം നമ്മൾ ഇഗ്നറൻ്റ് ആണോ അവിടെയെല്ലാം നമ്മൾക്ക് ചലഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും, ഫെയിലിയർ ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പഠിക്കാനായി മടി കാണിക്കരുത്. അത് നമ്മളുടെ ബിസിനസ് ഡൊമെയിൻ എന്താണോ ആ ഡൊമെയിനിൽ നമ്മൾ പഠിക്കാനായി സമയം കണ്ടെത്തണം, ബുക്സ് വായിക്കണം, കോഴ്സസ് അറ്റൻഡ് ചെയ്യണം. അതിനൊക്കെ പൈസ ചിലവല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആലോചിച്ചു, അതിലും കൂടുതൽ പൈസ നിങ്ങളുടെ ഇഗ്നറൻസിന് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ബിസിനസ് എത്ര നാൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അത്രയും നാൾ നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ വരണം. ബിക്കോസ് ഇതിനകത്തിൽ മറ്റൊരു ഫാക്ടർ കൊണ്ടുണ്ട്, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്. കാരണം ബിസിനസ് ഒരു വെഹിക്കിളാണ്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനുള്ള ഒരു വെഹിക്കിളായിട്ട് വേണം ബിസിനസ്സിനെ കാണാൻ. അല്ലാതെ ബിസിനസ് ഒരു മണി മേക്കിംഗ് മെഷീൻ മാത്രമായിട്ട് കാണരുത്.